ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച, ഇന്ന് കുറേ കാര്യങ്ങളുടെ നല്ലൊരു തുടക്കം വെച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ പതിവ് പോലെ എണീറ്റു. രാവിലെ ഇന്ന് ബ്രെഡും സ്റ്റൂ ആയിരുന്നു. സ്റ്റൂ ഇന്നലെ തന്നെ ഡിംപിളുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ബ്രെഡ് വാങ്ങി അങ്ങനെ ബ്രെഡും സ്റ്റൂ ആയിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ലീലാമ്മ ഇവിടെ ഉണ്ട്. അങ്ങനെ ദേ ഇന്ന് രാവിലെ പാച്ചു റെഡിയായി. അപ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റണില്ല. കാരണം ഞാൻ കിച്ചണിലാവുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ബിസിനസ്സിൻ്റെ ഒരു ചെറിയൊരു തിരക്ക്, അതുകൊണ്ട് ഞാൻ നേരെ ബ്രഷ് ചെയ്ത് വന്ന് കാപ്പി കുടിച്ച് നേരെ വന്ന് നമ്മളുടെ കാര്യങ്ങൾക്ക് ഇരിക്കുകയാണ് ചെയ്യണേ, ഞാനും ഡാഡിയും കേട്ടോ. ആ ഇരിപ്പ്, ആ നിർത്താണ്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഇരിപ്പാന്ന് തോന്നുന്നുണ്ട് എനിക്ക് തീരെ പറ്റാത്തതും. പക്ഷേ എന്താ പറയുക, തിരക്ക് വരുമ്പോൾ നമ്മളത് എന്താ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നീങ്ങുന്നതിനേക്കാളും തമ്പുരാൻ തരുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ ഞാൻ അങ്ങനെ ദേ നമ്മളുടെ തോമുട്ടൻ ഇന്ന് ഫസ്റ്റ് സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോവുകയാണ്. ഇന്ന് ജോയിൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ പോയതിൻ്റെ പിന്നാലെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തോ ഒന്ന് പോണ പോലെ തോന്നി. അപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു സുന്ദരി പൂച്ച. അപ്പോൾ എനിക്ക് തോന്നുന്നു തൊട്ടപ്പുറത്തെ വീട്ടിലെ പൂച്ചയാന്ന് തോന്നുന്നു. നല്ല സുന്ദരി കുട്ടിയിട്ടോ, കഴുത്തിലൊരു മണിയും ബെൽറ്റൊക്കെ കെട്ടിയിട്ട്. പിന്നത്തേൽ അത് വേഗം ഞാൻ കുറേ നേരമായി തോന്നുന്നുണ്ട് കയറിയിട്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നത്തേൽ പട്ടികളുടെ വായിലേക്കൊന്നും എത്തിയില്ല. അത് നല്ല സുന്ദരിയായിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വേഗം പൊക്കോന്ന് പറഞ്ഞപ്പോൾ അത് വേഗം ചാടി അപ്പുറത്ത് കൂടെ കടന്നു പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പുറത്തെ പൂച്ചയായിരിക്കണം. എന്തായാലും നമ്മുടെ സഖാക്കൾ മൂന്നാളും കണ്ടില്ല, അവർക്കറിയില്ലല്ലോ. അങ്ങനെ അത് ദേ അതിൻ്റെ വഴിക്ക് പോയിട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ദേ നമ്മളുടെ നടയിലത്തെ ലൈറ്റ് ഓഫ് ചെയ്തു, മെഴുകുതിരി ദേ കെട്ടു. അങ്ങനെ എല്ലാവരും പോയി. പിന്നെ നമ്മളുടെ പരിപാടികൾ, അപ്പോൾ ഇന്നലെ തന്നെ എല്ലാ കറികളും ഡിംപിൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഡിവൈനും ഡോണും തോമും കൂടി പോയ കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ദേ അവർ വന്നു. അപ്പോൾ ലീലാമ്മയും മോനും മുകളിലുണ്ട്. അങ്ങനെ ദേ അവർ ബാഗ് വാങ്ങി, പുസ്തകം വാങ്ങിച്ചു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ 2 ട്രിപ്പായിട്ടൊന്ന് പോയത്. ഡിംപിളും പാച്ചുവിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വന്നതിന് ശേഷമാണ് തോമുമൊക്കെ പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം പാച്ചു വരനോട് കൂടിയിട്ട് ഡിവൈൻ ലീലാമ്മ ഇറങ്ങായി. അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട പോയത് കേട്ടോ, ബസ്സിലിരിക്കുമ്പോൾ ഛർദ്ദിക്കേണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ പിന്നെ പോകുമ്പോൾ കഴിക്കുകയും എന്തെങ്കിലും ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഡിവൈൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് കൊരട്ടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ലഞ്ച് കഴിച്ചു. ചോറും മീൻ കറിയും ക്യാബേജ് ഉപ്പേരിയും പിന്നെ കക്കിറിച്ചി ഉണ്ടായിരുന്നു. കക്കിറിച്ചി രാത്രി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ മാറ്റി വെച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ കുട്ടികൾ സാരിയുടെ ഇന്നലെ കളക്ഷൻസ് കാണിച്ചെങ്കിലും അവർക്ക് ഇന്ന ഫോട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഫോട്ടോ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം കുറച്ച് നിന്ന് ഫോട്ടോസ് എടുത്തു. കാരണം വീഡിയോ കാണുമ്പോൾ അവർക്ക് ചിലർ ഇന്ന ഫോട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും മനസ്സിലാവില്ല. കാരണം ഡിംപിളും ഡിവൈനും കൂടിയിട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ. അതുപോലെ ഗ്രൂപ്പിലും കുറേ പേര് പറഞ്ഞു ആൻറ്റി സ്റ്റാറ്റസ് ഇടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്റ്റാറ്റസ് തൽക്കാലം ഇടുന്നില്ല. കാരണം ഞാൻ ഓർണമെൻറ്റ്സ് മാത്രമാണ് സ്റ്റാറ്റസ് ഇടാം. ഞാൻ വേറെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഇനിയിപ്പോൾ എന്താ പറയുക, അത്യാവശ്യം ഘട്ടങ്ങളിൽ ഞാൻ ചിലപ്പോൾ സ്റ്റാറ്റസ് ഇട്ടു എന്ന് വരും. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറഞ്ഞ ടൈപ്പ് സാരികളാണ് കേട്ടോ, 2000-ൻ്റെ താഴെയുള്ള സാരികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. ഇതൊക്കെ എന്താ പറയുക, വല്ലാണ്ട് സോഫ്റ്റ് അല്ലാത്ത സാരികളാണ്, എന്നാൽ ഏറ്റവും ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നതിൽ കണ്ടമാനം ഇങ്ങനത്തെയാണ് പോയത്, കോൺട്രാസ്റ്റ് കളേഴ്സ് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഇപ്രാവശ്യമൊക്കെ പ്ലെയിൻ സാരികളാണ് എല്ലാവർക്കും ഡിമാൻഡായിട്ട് വന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കുറേ എണ്ണം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റീസ്റ്റോക്ക് ചെയ്ത സാധനങ്ങൾ രണ്ടാമതൊന്ന് കാണിക്കണതാണ് കേട്ടോ. കാരണം ഇത് വീണ്ടും വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുക ഇതല്ലേ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് എന്ന് വിചാരിക്കും. അപ്പോൾ ഇത് മുമ്പുണ്ടായിരുന്നതാണ്. ശരിക്കും മന്ത്രകോടി പോലത്തെ നല്ലൊരു പട്ട് സാരിയാണ് കേട്ടോ. ചെറുപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സാരിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ അധികം വാല്യൂ ഇല്ലാത്ത സാരികളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സാരികളുടെ ഫോട്ടോസ്, അപ്പോൾ ഞാൻ മാത്രമായിട്ടാണ് നിന്നെടുത്തത്. ഇതിൻ്റെ ആവശ്യമില്ലേ ഉള്ളൂ, എൻ്റെ ഒരു ആവശ്യമുള്ളൂ ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരിക്കൽ ഞാൻ ഡിവൈൻ്റെ വീഡിയോയിൽ ഇട്ടുണ്ടെങ്കിലും ആരുടെയും ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഒരു ദിവസത്തിലാണ് അത് ഇട്ടത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ടീച്ചർമാർക്കായാലും പ്രായമായവർക്കായാലും ഉടുക്കാവുന്ന ഒരു കാറ്റഗറിയാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കുറേ സാരികൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ സിൽക്കാണ്. ശരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ ഫോട്ടോസ് എടുത്ത നിലയ്ക്ക് ഞാൻ അതും കൂടി നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളൂ. അപ്പോൾ കണ്ടമാനം കുട്ടികൾ ഫോട്ടോസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫോൾഡർ അങ്ങനെ തന്നെ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇത് ടീച്ചർമാർക്കോ അമ്മമാർക്കോ ഒക്കെ ഉടുക്കാം. ഇത് നല്ല ഗോഡി ആയിട്ടുള്ള നല്ല എന്താ ഫങ്ഷനൊക്കെ ഉടുക്കാൻ പറ്റിയ സാരി. എനിക്ക് തോന്നുന്നു ഞാനിത് സെലക്ട് ചെയ്ത് വന്നപ്പോൾ മിക്സ് ചെയ്തിട്ടാണ് വന്നേക്കണേ തോന്നുന്നുണ്ട്. ഞാൻ 1 by 1 ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തോ സെലക്ട് ചെയ്ത് വന്നപ്പോൾ എഡിറ്റ് ചെയ്യണതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഏകദേശം കണ്ടാലറിയാം ഏതാണ് എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഒരു സാരിയുടെ 3 ഫോട്ടോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ, ഒറ്റയ്ക്കുള്ളൊരു പീസ്, പിന്നെ അത് നീർത്തി മുന്താണി അടക്കം അങ്ങനെ. ഇത് പുതിയ സോഫ്റ്റ് സിൽക്ക്, ഇത് ഇപ്പോഴത്തെ ബാച്ചിലത്തെ സാരികളാണ് കേട്ടോ. ബോട്ടിൽ ഗ്രീൻ, ലാവൻഡർ, ഇത്തിരി ഡാർക്ക് ലാവൻഡർ, നല്ല കളറാണ്. ഇത് ഭയങ്കര ഭംഗിയുള്ള കളറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതെന്തോ മിക്സായി വന്നിട്ടുണ്ട്, അതാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്ഷമിക്കുക, കാരണം തിക്ക് തിരക്കിൽ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയി തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ ഇതൊക്കെ ടീച്ചേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ സാരി, ടീച്ചേഴ്സിനോ അമ്മമാർക്കോ ഒക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇന്നലെ ഡിംപിളിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോസ് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തതാണ്. ഫോട്ടോസാണ് ഇത് കേട്ടോ, വീഡിയോ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കൂടെ ആഡ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താ പറയുക, അങ്ങനെ കുറേ സാരികൾ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നീർത്തിയിട്ട് കാണിക്കാനായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അത് എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിരിച്ചിട്ടിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ സാരികൾ വേണമെന്ന് തോന്നണം, അല്ലെങ്കിൽ ഇതൊന്നും വിരിച്ചിട്ട് കണ്ടാൽ മതിയായിരുന്നു എന്ന് തോന്നിയാൽ ഉടനെ ഡിംപിളിൻ്റെ പുതിയ വീഡിയോ ഇപ്പോൾ ഡിംപിളാണ് ഇട്ടേക്കണത്. ഡിവൈൻ്റെ ഇട്ട വീഡിയോസിലെ ഫുൾ സാരികൾ ഓൾറെഡി സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത സാരികളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ ഡിംപിളിൻ്റെ ചാനലിൽ ശരിക്ക് തുറന്ന് എല്ലാതും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണം അല്ലെങ്കിൽ വാങ്ങിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഡിംപിളിൻ്റെ ചാനൽ, ഡിംപിളിൻ്റെ പുതിയ വീഡിയോ അതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. സൺഡേ ആണ് അവർ അത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താ പറയുക, കുറേ സാരികൾ ഇപ്പോൾ ഡിവൈൻ ഇപ്പോൾ കല്യാണത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു റെഡ് സാരി. അപ്പോൾ അത് തയ്ക്കണേലും ഇപ്പോൾ പറയായിരുന്നു ഇതൊക്കെ ആയിരുന്നെങ്കിൽ ഇത് മതിയായിരുന്നു എന്നുള്ളത്. കാരണം അധികം വിലയില്ല എന്നാൽ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ബ്ലാക്കൊക്കെ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ആ വന്ന സ്പീഡിൽ തന്നെ പോയി. പക്ഷെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ, മറ്റേ ബ്ലൂവും നേവി ബ്ലൂവും റെഡും കൂടിയിട്ട്. ഇത് പറഞ്ഞ പോലെ നല്ല ഒരു എന്താ പറയുക ഫുൾ ഡിസൈനായിട്ടുള്ള ഒരു സാരിയാണ്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെയൊക്കെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഫോട്ടോസ് ഡിംപിളിൻ്റെ വീഡിയോ ഡിംപിളിൻ്റെ ചാനലിലുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളത് കാണുക. ഇതിപ്പോൾ ഡോട്ട്സ്, ബോർഡർ മാത്രമാണ് ഡോട്ട്. അപ്പോൾ പിന്നെ ഈ മജന്ത, ബ്ലാക്കിൽ മജന്ത, ഇതൊക്കെ 2ഉം 3ഉം പീസ് വീതം നല്ല കളർ വന്നപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഓരോ പീസും കൂടി ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് മുഴുവൻ അറിയില്ല, സാരിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ പറയണമെന്നുള്ളൂ. ബാക്കിയൊക്കെ കുട്ടികളാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പതുക്കെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ പതുക്കെ കിച്ചണിലേക്ക് കിടന്നു. കാരണം കിച്ചൺ അലങ്കോലപ്പെട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികളാണ് പെരുമാറുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ എടുത്ത സാധനം കുട്ടികളൊക്കെ അറിയുമ്പോൾ വല്ലയിടത്തൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അപ്പോൾ ഇടയ്ക്ക് നമ്മളുടെ കയ്യിൽ ചെന്നാലേ കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾക്ക് ആരോഗ്യമുള്ളിടത്തോളം നമ്മളതൊക്കെ ഒതുക്കി കൊടുക്കുക. അപ്പോൾ അവർക്കും അതൊരു സഹായമാവുമല്ലോ. അവർക്ക് അല്ലാണ്ട് തന്നെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഷീറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് പേപ്പർ തന്നെ ഇടാം. മറിയാമ്മയും ഞാനും കൂടി ഞാനും ഇല്ല, മറിയാമ്മയുടെ ഓൾ ഇൻ ഓളായിരുന്നു ഈ കിച്ചൺ എന്നല്ല, ഈ വീട് മൊത്തം അവളാണ് എല്ലാ കാര്യങ്ങളും വൃത്തിയിൽ നോക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ അവളാണ് പേപ്പറൊക്കെ ഇട്ടിട്ട് മറ്റേ ഇൻസുലേഷനൊക്കെ വെച്ച് മറ്റേ സെലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടൊക്കെയാണ് റെഡിയാക്കി വെക്കുക. ഇടയ്ക്ക് അവൾക്ക് പേപ്പർ മാറിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അത്രയും ക്ലീൻ ആക്കിയിട്ടാട്ടോ മറിയാമ്മയുള്ള സമയത്ത് നമ്മളുടെ ഓരോ ഭാഗങ്ങളും അവൾ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊക്കെ ചെയ്യുമെങ്കിലും പിന്നാലെ പലരും വന്നെങ്കിലും അവരൊക്കെ കിച്ചണിലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകാമെന്നല്ലാണ്ട് അങ്ങനെ ഒതുക്കണം പെറുക്കണം എന്നുള്ള നമ്മളുടെ ചിന്ത അവർക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു, കുറേ പേര് എന്നോട് പറഞ്ഞു ആൻറ്റി പേപ്പർ മാറ്റിയിട്ട് മറ്റേ ഷീറ്റ് വാങ്ങിച്ചോളൂ. അപ്പോൾ ഷീറ്റ് റെഡിമെയ്ഡ് വാങ്ങിയത് കറക്റ്റ് ഇതിന് പാകമാവില്ല. അപ്പോൾ ഞാൻ മറ്റേ റോള് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഓൺലൈനിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്, നമ്മളുടെ ബെഡ്റൂമിലത്തെ ഇട്ടില്ലേ. അപ്പോൾ അതുപോലെ ഞാൻ വീണ്ടും വാങ്ങിയത്. അപ്പോൾ റെഡും ബ്ലാക്കും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കിച്ചണിലേക്ക് യൂസ് ചെയ്യാം. കിച്ചണിൽ മൊത്തം റെഡും ബ്ലാക്കാണല്ലോ, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കണ്ടമാനം. ഞാൻ ഓൺലൈൻ ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കര പ്രാന്തായിരുന്നു. പ്രാന്തിൻ്റെ എല്ലാ ഉപകാരമുള്ള സാധനങ്ങൾ കേട്ടോ. ഇനിയുണ്ട് ഒരു വലിയൊരു ബോക്സ് ഇപ്പുറത്തിരിക്കേണ്ട, അതിൽ നിന്ന് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുമിഞ്ഞു കൂടി പെട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി
അങ്ങനെയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് കുട്ടികൾക്ക് ഒതുക്കി കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ അത് മാക്സിമം വൃത്തിയിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് എന്താ പറയുക വൃത്തിയാക്കി ചെറുവക സാധനങ്ങളൊന്നിൽ മറ്റേ സാധനങ്ങൾ വേറെയിൽ ഒക്കെ ആക്കി. അപ്പോൾ ഇതൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. മറ്റേ മുട്ടയുടെ കട്ടറും പിന്നെ മറ്റേ അരിപ്പകളും പ്ലക്കറും ഒക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഞാനത് വിചാരിച്ചു കുട്ടികൾക്ക് എടുക്കാൻ സൗകര്യത്തിന് അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ 2-3 ഇതിപ്പോൾ നമ്മുടെ പിസ്സ കട്ടർ നിങ്ങൾക്കറിയാം സ്ഥിരം ഇവിടെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ചെയ്യുന്നതാണ്. ഇത് മറ്റേ എന്തൊട്ടാണ് എടുക്കണത് പിടിക്കണത് അങ്ങനത്തെ കണ്ടമാനം സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തരം തിരിച്ച് വെച്ച് കൊടുത്തു. പിന്നെ ഇനി ഉള്ള സാധനങ്ങൾ ഞാൻ എടുക്കുമ്പോൾ ഞാൻ ഓരോന്നിൻ്റെയും പറഞ്ഞു തരാം എന്താണ് ഏതാണെന്നുള്ളത്. ഇതിപ്പോൾ തിക്കും തിരക്കിൽ എനിക്ക് എടുത്ത കാരണം എനിക്കതിനെക്കുറിച്ച് പറയാനോ ഇതെന്താണ് ഏതാണെന്ന് കാണിച്ചു തരാനോ എനിക്ക് പറ്റില്ല. കാരണം സമയം 9:15 ഞാൻ ഇങ്ങോട്ട് കടന്നത്. അപ്പോൾ ആ സമയത്ത് പിന്നെ ഇതിനെക്കുറിച്ച് ഓരോന്ന് എടുക്കുകയും ചെയ്യുമ്പോൾ കുറേ ലേറ്റ് ആവും. അപ്പോൾ ഞാൻ വിചാരിച്ചു തൽക്കാലം ഇതങ്ങോട്ട് കഴിയും. പിന്നെ ആപ്പിൾ കട്ടർ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നുണ്ട്. മറ്റേ ചീസ് ഗ്രേറ്റ് ചെയ്യണത്, പിന്നെ പീലർ, പിന്നെ ഇത് സ്മാഷർ, അതൊക്കെ നിങ്ങൾക്ക് ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം. കാരണം ഓൺലൈനിൽ നോക്കുന്നവർക്ക് ഒരുവിധം എല്ലാ സംഭവങ്ങളും അറിയണത്. പ്രത്യേകിച്ച് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളിത് മാത്രം നോക്കുള്ളൂ. എൻ്റെ സ്ഥിരം പണി ഡിവൈൻ എന്നെ കളിയാക്കും. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. ഷോപ്സി എടുത്തിട്ട് ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നോക്കല എൻ്റെ പണിയിട്ടാണ്. അങ്ങനെ വാങ്ങിയില്ലെങ്കിൽ വാങ്ങാനായിട്ടൊന്നുമില്ല. കാരണം ഒരുവിധമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ മറ്റേ കള്ളി ഒതുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ബാക്കി സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഡാഡിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ ഡാഡി അത് അളന്ന് തിട്ടപ്പെടുത്തി മുറിച്ച് അതൊക്കെ ഒട്ടിക്കാൻ നോക്കിയപ്പോൾ ഒട്ടണില്ല. അപ്പോൾ സൈഡിൽ കഴിക്കാനായിട്ട് പഴവും മാങ്ങയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിവൈൻ വന്നപ്പോഴും കുറച്ച് മാമ്പഴം മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഡാഡി വന്നപ്പോൾ കുറച്ച് മാമ്പഴം കൊണ്ടുവന്നു. സംഭവം ഷുഗറാണെന്ന് പറഞ്ഞാലും അപ്പോൾ എന്താ പറയുക ഇടയ്ക്ക് ഒന്ന് കഴിക്കും, എന്നാലും ഇതൊരു സുഖമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇത് ഓരോ പേജും ഞാൻ വലിക്കുമ്പോൾ മറിയാമ്മേനെയാണ് ഓർത്തത്. കാരണം അന്ന് ഒട്ടിച്ച് വെച്ചിട്ടുള്ളതിൻ്റെ മുകളിൽ പേപ്പർ ഇട്ടിട്ടാണ് ഞാൻ പിന്നെ എളുപ്പപ്പണിക്ക് ചെയ്തിരുന്നത്. ഫസ്റ്റ് ഇട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മറിയാമ്മയുള്ള സമയത്ത് കംപ്ലീറ്റ് ഉരച്ച് കളഞ്ഞിട്ടാണ് പുതിയ പേപ്പർ ഇടുക. പിന്നീട് ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ വേഗം പണി കഴിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പേപ്പർ ഇടുക, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഉരച്ച് കളഞ്ഞ് പുതിയ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അതാത് സാധനങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ വെച്ചു. ഇനി കുട്ടികൾക്ക് ഇത് 2 ദിവസം ഉണ്ടാവും ഒരു തപ്പൽ എന്താണ് ഏതാണെന്നുള്ളത്. അപ്പോൾ ഇത് ചൂന്യമുളക് ഒരിക്കൽ ഡിവൈൻ പ്രസവിച്ച് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, അച്ചാറ് പോലെ ഉപ്പിലിട്ട് വെച്ചത്. അത് ഇവിടെ എനിക്ക് തോന്നുന്നു പാറുള്ള സമയത്ത് പാറുവാണ് എനിക്കത് ഉപ്പിലിട്ട് തന്നത്. ഇത് കുപ്പിയിൽ മറ്റേ മുഴുവൻ മാങ്ങ ചൂന്യമുളക് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇടയ്ക്ക് ഡിമ്പിളെടുത്തിട്ട് ചമ്മന്തി അരയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇനി 2 എണ്ണം കൂടി ഉള്ളൂന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഒരു സൈഡിൽ അച്ചാറുകൾ, ഒരു സൈഡിൽ ജാമ് പുറത്ത് കാണുമ്പോൾ തോമൂന് അത് ഭയങ്കര ക്രേസാണ്, കുറേ വാരി തിന്നണു. അപ്പം ഞാൻ വിചാരിച്ചു ഡിവൈനാണ് ഇങ്ങോട്ട് മാറ്റി വെച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ അതിനൊരു സ്പേസ് കണ്ടെത്താൻ കുഴപ്പമില്ല. അപ്പോൾ പീനട്ട് ബട്ടറും ചോക്കോ സ്പ്രെഡും ഒക്കെ കൂടെ അവിടെ മുകളിലേക്ക് വെച്ചു, അച്ചാറും സെറ്റുകളും. അപ്പോൾ കുട്ടികൾക്ക് എടുക്കാനും വയ്ക്കാനൊക്കെ എളുപ്പമായി. അങ്ങനെ താഴെ അപ്പോഴാണ് ഡാഡി പറഞ്ഞത് ഇനി എത്ര ആയില്ല, എന്നാൽ പിന്നെ ഇതിൻ്റെ മുകളിലത്തെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മടിയായി, കാരണം സമയം കുറേ ലേറ്റായി ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും മെനക്കെട്ടില്ലേന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ അതും കൂടിയും കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിച്ചിട്ട് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഓവൻ, സോഡ മേക്കർ, അങ്ങനെ കോഫി മേക്കർ, അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കുന്നുണ്ടായിരുന്നത്. കംപ്ലീറ്റ് ഡാഡി ഇറക്കി താഴെ വെച്ചു. അതൊക്കെ ഒട്ടിച്ച് അതിൻ്റേതായ എന്താ പറയുക കാര്യങ്ങളൊക്കെ ചെയ്ത് കയറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒതുങ്ങിയോടത്തോളം ഒതുങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ മറ്റേ ഇത് കറക്റ്റ് ഈ കിച്ചൺ മാജിക്കിൽ ഡിമ്പിളിനെ അവിടെ ഫൈനലിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. കാരണം ഇതിൻ്റെ ഇത് അവിടത്തെയും ഇവിടത്തെയായിട്ട് ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓവനിൽ അതിൻ്റെ ടെമ്പറേച്ചർ ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് അന്ന് വാങ്ങിയതാണ് ഇത് കേട്ടോ OTG. പിന്നെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല, 1-2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ അത് കൊടുക്കാനും ഒരു വിഷമം, അതൊരു ഓർമ്മയ്ക്ക് അവിടെ ഇരുന്നോട്ടെ, എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് അതങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. കുറച്ചൊക്കെ കുറേ കുട്ടികൾക്ക് കൊടുത്തു, കസിൻസിന് തന്നെ കൊടുത്തു. പിന്നെ കുറച്ച് എന്തൊക്കെയോ അത്യാവശ്യമുള്ളതുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ആ കള്ളി ഒതുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ ഈ പോർഷൻ ഇങ്ങനെ അങ്ങോട്ട് ഒതുക്കി വെച്ചു. ഇനി അതിൻ്റെ നേരെ താഴെ ഉള്ള പോർഷനാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ട്രേയിലേക്ക് വെച്ചു. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കടലാസാകുമ്പോൾ വെള്ളം വറ്റും, പക്ഷേ ഇതാകുമ്പോൾ വെള്ളം വറ്റില്ല. അപ്പോൾ പിന്നെ അതൊരു ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മിക്സി ഒരു ട്രേയിലേക്ക് ആക്കി വെച്ചു കേട്ടോ, മിക്സിയുടെ ജാറ്.
അങ്ങനെ ഞാൻ ഭക്ഷണം കഴിഞ്ഞു. ഭക്ഷണം ഉച്ചയിലത്തെ എല്ലാതും ഉണ്ടായിരുന്നു. കാരണം ഉച്ചയ്ക്ക് അവർ ഭക്ഷണം കഴിക്കാത്ത കാരണം രാത്രിയിലേക്കുള്ള ചോറുണ്ടായിരുന്നു. അപ്പോൾ ആ ചോറും മീൻകറിയും ക്യാബേജ് ഉപ്പേരിയും കക്കയായിരുന്നു എടുത്തത്. അതും കൂടി ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. ഞാൻ പതുക്കെ ഇവരുടെ കാര്യങ്ങൾ ഇവർക്ക് അതിൻ്റെ ഇടയിൽ ഇപ്പം ഞാൻ ഫുഡ് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ പൊടിച്ച് വെക്കുന്നത്. അപ്പോൾ ഇന്ന് പെഡിഗ്രിയാണ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ കുറച്ച് കറികളൊക്കെ ഒഴിച്ച് കുതിർത്തി വെച്ചിട്ടാണ് അവർക്ക് 3 പേർക്ക് ഞാൻ കൊടുത്തത്. കാരണം പെഡിഗ്രി ഇരുന്ന് പൂക്കണു, ഇനി വർഷക്കാലമായി തുടങ്ങിയില്ലേ. അങ്ങനെ അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മണി പ്ലാന്റൊക്കെ ഭയങ്കര ഉഷാറായിട്ടാണ് നിൽക്കണേ. കാരണം മഴ കുളിർമത വന്നല്ലോ, പക്ഷേ കുപ്പിയിലത്തെ കംപ്ലീറ്റ് പോയി. അപ്പോൾ എനിക്കത് വിഷമായി. എന്നാലും സാരമില്ല, ഞാൻ വിചാരിച്ചു നിറച്ചുണ്ടായിട്ടുണ്ട്, അതിൽ നിന്ന് കട്ട് ചെയ്ത് കുപ്പിയിലേക്ക് സമാധാനത്തിൽ വെക്കാം. അതിന് എനിക്ക് നേരം കിട്ടണില്ല വെക്കാൻ. അപ്പോൾ അതാണുള്ളൊരു പ്രശ്നം. എന്നാലും സാരമില്ല, നല്ല കാര്യങ്ങൾക്കല്ലേ തിരക്ക്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇത് കണ്ടു. ഇത് മണി പ്ലാന്റ് മുകളിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കണത് നമ്മുടെ അകത്ത് വെച്ച ചട്ടികളിൽ നിന്ന് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാം ഏതാണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ മണി പ്ലാന്റ് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വെച്ച് ഇതൊക്കെ ഇനി വെട്ടിയെടുത്ത് ഞാൻ കണ്ടമാനം പാത്രങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ മിനിയാന്ന് കൊണ്ടുവന്ന ആ ചെടികൾ നടാൻ വേണ്ടി അങ്ങോട്ട് കടന്നു കേട്ടോ. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ആ പരിപാടിയും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നനച്ചിട്ട് കിടക്കാം, അല്ലെങ്കിൽ മറക്കും. മഴയുള്ള കാര്യം നനയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അകത്തത്തെ ചെടികൾക്ക് വെള്ളം വേണമല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ നനച്ചതിന് ശേഷം കിച്ചണിലെത്തിയപ്പോൾ മണി 11. അപ്പോൾ എൻ്റെ എങ്ങനെ വന്നാലും 11 മണിയാവാണ്ട് ഞാൻ കിച്ചണിലേക്ക് ലാസ്റ്റ് എത്തില്ല. എന്നാലും സാരമില്ല, എല്ലാം ഒതുക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കൊരു സമാധാനം. ഓരോ മുക്കും മൂലയും ഒതുങ്ങി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മഴ വന്നാലാണ്, പക്ഷേ ഇന്ന് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. മഴ വന്നാലാണ് എനിക്ക് ഒതുക്കാനിഷ്ടം. അപ്പോൾ ഉച്ചയ്ക്ക് കിടക്കാനും തോന്നില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പണികളൊക്കെ എടുത്ത് ഓരോ മുക്കും മൂലയൊക്കെ ഒതുക്കി. അപ്പോൾ ഞാൻ വെള്ളം വയ്ക്കാൻ മറന്നു. അപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുക്കുമ്പോൾ അയ്യോ വെള്ളം കണ്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം വെള്ളം എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ ഒന്നും കൂടി നമ്മുടെ ഒതുക്കിയ അലമാരി ഒന്നും കൂടി നോക്കി. എനിക്കത് ഒതുങ്ങിയിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിന് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു പണി കഴിയാത്ത പോലെ ഒരു തോന്നലാണ്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ഒതുങ്ങി. കുട്ടികൾക്ക് എടുക്കാൻ പാകത്തിന് അവരുടെ ഈറ്റബിൾ ബോക്സുകളാണ് മുഴുവൻ ഇപ്പോൾ വലിച്ച് വരി കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എടുത്തോടെ തന്നെ എടുത്ത സാധനങ്ങൾ എടുത്തോടത്ത് വെച്ചാൽ ഒതുങ്ങിയിരിക്കും. ഇല്ല വലിച്ചിട്ടാൽ വീണ്ടും എനിക്ക് പണിയാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഈ ബാക്കിയുള്ള 3 കള്ളികൾ എനിക്ക് ഒതുക്കണം, ഈ 3 അപ്പോൾ അതിനുള്ള ഷീറ്റും നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതും കൂടി എപ്പോഴെങ്കിലും ഇതുപോലെ സൗകര്യം കിട്ടുമ്പോൾ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സ്പൂണിൻ്റെ സ്റ്റാൻഡ്. ഇത് കുറേ പേർക്കൊക്കെ അറിയാം. ഇത് ഒരു സൂത്രപ്പണിയാണ്. നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഒരു ഇത് വാങ്ങിയിട്ട് കിച്ചൻ്റെ ഏതെങ്കിലും ഒരു ഡോറുമ്മ തൂക്കിയിട്ടാൽ സേഫായിട്ട് അവിടെ നമുക്ക് എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ അടുക്കളയിലത്തെ എല്ലാം കഴിഞ്ഞ് അടുക്കളയിലത്തെ വാതിലും അടച്ച് ഞാൻ ലൈറ്റ് ഓഫൊക്കെ ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ ഹോളിലേക്ക് ഡൈനിങ് ടേബിളുമ്പോൾ ചെന്നപ്പോഴാണ് ഞാനൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഇടയിൽ ഗസ്റ്റ് വന്നു. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അവർ വരികയും പോവുകയും ചെയ്തു, ഇരിക്കുക പോലും ചെയ്തില്ല. പാച്ചുട്ടൻ ഇരിക്കുന്നു പറഞ്ഞെങ്കിലും അവർക്കും അത്യാവശ്യമുള്ളതുകൊണ്ട് പോയില്ല. അപ്പോൾ അത് വേറെ ആരുമല്ല, നമ്മൾക്ക് മെഴുകുതിരികൾ കൊണ്ടുതരാറില്ലേ ഒരു മോള് ക്ലിൻഡയുടെ മാതിരി. എനിക്ക് ഹസ്ബൻഡിൻ്റെ പേരറിയാത്ത കാരണം കേട്ടോ ഞാൻ ക്ലിൻഡയുടെ പേര് മാത്രം പറയുന്നത്. ക്ലിൻ്റെയും ഹസ്ബൻഡും 2 കുട്ടികളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഗിഫ്റ്റ് ചെയ്തതാണ് ഞങ്ങൾക്ക് 3 പേർക്കും കൂടിയിട്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ മറ്റേ ഫ്രാഗ്രൻസ് ക്യാൻഡിലാണ് കേട്ടോ. ഇത് ഭയങ്കര വെയിറ്റുള്ള ഒരു കല്ലാണ്. ഇനി കല്ലിനൊക്കെ പ്രത്യേകിച്ച് പേരുകളൊക്കെ ഉണ്ടോ, എനിക്കതൊന്നും പറയാറിയില്ല കേട്ടോ. ഇത് കോൺക്രീറ്റിൻ്റെ ശരിക്കും ഒരു കൊച്ചു ട്രേ ആണ്. നല്ല വെയിറ്റാണ്, ഭയങ്കര വെയിറ്റാണ് ഈ കല്ലിനും അതേ ട്രേക്കും. അതപ്പോൾ കുട്ടി പോകുമ്പോൾ പറഞ്ഞു ആൻറ്റി ശ്രദ്ധിച്ചോളോ, പോയി കഴിയുമ്പോൾ ഫോൺ ചെയ്ത് പറഞ്ഞു ശ്രദ്ധിച്ചോളോ പൊട്ടുവിട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ ഡിവൈനും ഡിംപിളും ഞാനും കൂടിയിട്ടാണ് ഇത് തുറന്നത്. അവർ തുറന്നതേ കാണിച്ചപ്പോഴേക്കും നല്ല മണം. അവരുടെ സെൻറ്റഡ് ക്യാൻഡിൽസാണ് കേട്ടോ, ഭയങ്കര മണം. അപ്പോൾ 3Ds ഡെൻസി ഡിംപിൾ ഡിവൈൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര ഭംഗിയുള്ളൊരു ഗിഫ്റ്റാണ്. നിങ്ങൾക്കും ഇങ്ങനെ വല്ലതും ചെയ്യണമെങ്കിൽ കുറേ സൈസസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലിൻ്റയ്ക്കും ഹസ്ബൻഡിനും കുട്ടികൾക്കും താങ്ക്സ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കും ആവശ്യം ഇത് മാത്രമല്ല അവരുടെ കയ്യിൽ കണ്ടമാനമുണ്ട്. എനിക്ക് അവരുടെ പേജ് എന്താണ് ഏതാണെന്നറിയില്ല, പക്ഷേ ഡിവൈനറിയാം. ഡിവൈനും 1-2 ഇതിലിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഞാനത് ചോദിച്ചിട്ട് ഞാനിതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ആ കുട്ടിയുടെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. നാളേക്ക് വേണ്ടി എന്താ പറയുക, നാളെ നല്ലൊരു ദിവസമാവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ.